ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. യെസ്, നമ്മൾ നേരത്തെ വർക്ക് ചെയ്ത കമ്പനി ക്ലോസ് ആയ പിന്നെ ഇവിടെ കുറച്ച് ദിവസമായിട്ട് പോസ്റ്റ് ആയിരുന്നു ഗൈസ്. ഇപ്പം നമ്മളിവിടെ ഒരു കിഡിലം പാർട്ട് ടൈം ജോബ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സംഭവം ഇവിടെ ബാംഗ്ലൂർ പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ ബെസ്റ്റ് ഒരു ജോബാണ്. നിങ്ങൾക്ക് പിന്നെ കൂടുതൽ ഡ്രൈവിംഗ് ക്രൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും പല വണ്ടികൾ ഓടിക്കാൻ പറ്റുന്ന ഒരു സെറ്റ് ജോലിയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾ ഡ്രൈവിംഗ് എന്നതിന് പറയൽ നമ്മളിപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റിലൊക്കെ പോയി അവരുടെ പ്രൈവറ്റ് വണ്ടി എടുത്തിട്ട് അവരായിട്ട് പോകലാണ്. അപ്പോൾ സംഭവം എന്താണെങ്കിലും നമ്മളിപ്പോൾ 2-3 ദിവസമായിട്ട് പോകുന്നുണ്ട് ഗൈസ്. സംഭവം ഒരു പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ മാത്രമേ കൊള്ളുള്ളൂ. സ്ഥിരം ഒരു ജോലി മെയിൻ ഒരു ജോബായിട്ട് കൊള്ളൂല. സ്റ്റുഡൻസിനൊക്കെ അടിപൊളി ഒരു ജോബായിരിക്കും. ഞാൻ എന്താണെങ്കിലും സംഭവം കാണിച്ചു തരാം ഗൈസ്. ഇപ്പോൾ നമ്മളെന്താണെങ്കിലും പ്രസ്റ്റീജിൻ്റെ ഒരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട് ഇവിടെ അടുത്ത് പ്രസ്റ്റീജിൻ്റെ ഒരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അങ്ങോട്ടേക്ക് പോകണം. ഈ ജോലിയിലുള്ള മെയിൻ ഒരു ഡിസഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷനാണ്. നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന് ആ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകണ്ട. ഞാനിപ്പം എപ്പോഴും നടന്നു പോകാനുള്ള ദൂരത്തുള്ളത് ട്രിപ്പ് എടുക്കലുള്ളൂ. നമുക്ക് വേണമെങ്കിൽ പോയാൽ മതി, വേണ്ടെങ്കിൽ പോകണ്ട. ജസ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യണം, അതിൽ രജിസ്റ്റർ ചെയ്യണം. ഞാൻ എന്താണെങ്കിലും സംഭവമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ സമയമായിട്ടുണ്ട്. ഞാൻ എന്താണെങ്കിലും അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവാണ്. ഇവിടെ അടുത്തുള്ളൊരു പ്രസ്റ്റീജിലാണ്, അപ്പോൾ അവിടെ എത്തിയിട്ടും കാണിച്ചു തരാം. നമ്മളിത് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലാട്ടോ പാസഞ്ചറെ പിക്ക് ചെയ്തേക്കുന്നത്. പ്രസ്റ്റീജിൻ്റെ ഒരു അപ്പാർട്ട്മെൻ്റ് ആട്ടോ. സംഭവം എന്താണെങ്കിലും പാസഞ്ചർ 2 മണിക്കാണ് കേസ് ബുക്ക് ചെയ്തേക്കുന്നത്. അതുവരെ നമ്മൾ നൈസായിട്ട് ഇവിടെ ഒരു ചായയൊക്കെ കുടിച്ച് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേസ്. സംഭവം ഏത് വണ്ടിയാണെന്ന് അറിഞ്ഞൂടെ കേസ്. അതിൽ കിടക്കുന്ന മാനുവൽ ഹാഷ് ബാക്ക് എന്നാണ് പാസഞ്ചർ പേര്. എനിക്ക് വേണ്ടത് പോളോ ജി ടി ആണ് കേസ്. പോളോ ജി ടി കിട്ടിക്കഴിഞ്ഞാൽ സെറ്റ്. ഇതുമല്ലോ ആയിരിക്കും എന്തോ. പഴയ വണ്ടിയാണെങ്കിൽ തേഞ്ഞ്. എനിക്ക് മാനുവൽ കാർ ഇപ്പം വന്നു ഒട്ടും ഇഷ്ടമല്ല കേസ്. ഇപ്പം വന്നു എനിക്ക് മാനുവൽ ഓടിക്കാൻ ഒട്ടും ഇഷ്ടമല്ല കേസ്. ഓട്ടോമാറ്റിക് ഓടിച്ച് ശീലിച്ച് ഞാൻ നേരത്തെ എനിക്ക് മാനുവലായിരുന്നു ഇഷ്ടം, ഓട്ടോമാറ്റിക് അങ്ങനെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പം എനിക്ക് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇതിൽ ഡ്രൈവിൽ ഓടുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ നോർമൽ എഞ്ചിനുള്ള കാറിനേക്കാൾ എന്തുകൊണ്ടും പവർ കൂടുതലുള്ളത് ഇലക്ട്രിക് കാറിനാണ് കേസ്. അത് നമ്മൾ സഡൻ പിക്കപ്പ് ഉണ്ടല്ലോ, നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോഴൊക്കെ സഡനായിട്ട് കയറിപ്പോണ്ടേ. അത് നൈസായിട്ട് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് കയറുന്നത് നമ്മുടെ ഇലക്ട്രിക് കാറാണ്. നമ്മളങ്ങനെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. സംഭവം നല്ല സ്റ്റൈലൊരു അപ്പാർട്ട്മെൻറ്റ്. നല്ല രസമുണ്ട്. സംഭവം പ്രസ്റ്റീജിൻ്റെ ആണ്. ഏതാ ലൊക്കേഷൻ എന്ന് അറിഞ്ഞൂടെ. എന്താണെങ്കിലും നമുക്കിനി ഏത് കാറാണ് കിട്ടുന്നതാണ് ഗീസ് കൺഫ്യൂഷൻ. ഇവിടെ കുറേ കാറൊക്കെ കിടപ്പുണ്ട്. ആ ഐറ്റം വല്ലതും ആയിരിക്കും എന്തോ. എനിക്ക് വേണ്ടത് പോളോ ജി ടി ആണ് ഗീസ്. സംഭവം പോളോ ജി ടി എന്താണെങ്കിലും മാനുവൽ ഹാഷ് ബാക്ക് എന്നാണ് പറഞ്ഞത്. പാസഞ്ചറുടെ പേര് ഷേലി അഗർവാൾ. നിങ്ങൾ ഗസ് ചെയ്ത് നോക്ക് ഗൈസ്, ഏത് വണ്ടിയായിരിക്കും എന്ന്. എന്താണെന്ന് അറിഞ്ഞൂടാ. എന്താണെങ്കിലും നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. വല്ല പോളോ ജി ടി ആയിരുന്നെങ്കിൽ സെറ്റ്. അടുത്ത ദിവസം ഫോർച്യൂണർ കിട്ടിയാൽ മതിയായിരുന്നു ഗൈസ്. ഇതായിട്ടോ നമുക്കിന്ന് കിട്ടിയിട്ടുള്ളൊരു വണ്ടി. ഈ വണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഹോണ്ടയുടെ ഒരു വണ്ടിയാണ് കേട്ടോ. ഹോണ്ടയുടെ മോഡൽ ഏതാണെന്ന് അറിഞ്ഞൂടാ. അത് ഈ ഒരു വണ്ടി കേട്ടോ. സംഭവം എന്താണെങ്കിലും നമ്മളിപ്പോൾ ആക്ച്വലി പാസഞ്ചേഴ്സിനായിട്ട് ഇവിടെ അടുത്തുള്ളൊരു മണിപ്പാൽ ഹോസ്പിറ്റലിൽ പോയി ഗൈസ്. മണിപ്പാൽ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ വീണ്ടും അതേ ലൊക്കേഷനിൽ തന്നെ വന്നതാണ്. അവരോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. നമ്മളെ 6 മണിക്കൂറൊക്കെയാണ് വിളിച്ചേക്കുന്നത്. ചിലപ്പോൾ അതിൽ കൂടുതൽ പോകും. അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് അവർ തിരിച്ചു വരാമെന്ന് പറഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മളെന്താണെങ്കിലും ഇവിടെ പാസഞ്ചേഴ്സിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇവിടെ കണ്ടോ ഗൈസ്, ഇവിടെ ഇലക്ട്രിക് വണ്ടി ചാർജ് ചെയ്യാനുള്ള സ്ലോ ചാർജിങ് മെഷീൻ ഉണ്ട്. സ്ലോ ചാർജിങ് ആണോ ഫാസ്റ്റ് ചാർജിങ് ആണോ എന്ന് അറിഞ്ഞൂടാ. സാധാരണ നമ്മുടെ അവിടെ ഇത് സ്ലോ ചാർജിങ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ കണ്ടോ എല്ലാ അപ്പാർട്ട്മെൻറ്റിൽ എല്ലാ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്തും ഇതവിടേക്ക് ഉണ്ട് കണ്ടോ. ഫ്ലാറ്റിൻ്റെ എല്ലാം താഴത്ത് ഇലക്ട്രിക് വണ്ടി ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട് ഗേസ്. ഞാനപ്പോൾ ഈ ജോബിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽ പറഞ്ഞുതരാം. സംഭവം ഞാൻ ആദ്യം തന്നെ പറയാം, ഈ ജോബ് മെയിൻ ഇത് തന്നെ ഒരു ജോബായിട്ട് ചെയ്യാൻ കൊള്ളുന്നൊരു കാര്യമല്ല. ഇത് നിങ്ങൾ പാർട്ട് ടൈം ആയിട്ട് ഓൾറെഡി നിങ്ങൾക്കൊരു ജോബുണ്ട്, അതിൻ്റെ കൂടെ എക്സ്ട്രാ നിങ്ങൾക്ക് കുറച്ച് ഏണിങ്സ് കൂടെ വേണം. അല്ല നിങ്ങൾക്ക് ഇടയ്ക്ക് വണ്ടിയൊക്കെ ഡ്രൈവ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റുഡൻസിന് എക്സ്ട്രാ ഒരു ഏണിങ്സ് ഉണ്ടാക്കണം. അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു ജോബാണ്. പിന്നെ ഇത് തന്നെ മെയിനായിട്ട് ചെയ്ത് പോകുന്നവരും ഉണ്ടെന്നാണ് തോന്നുന്നത്. സംഭവം എനിക്കറിഞ്ഞുകൂടാ. ഇപ്പം ഡെയിലി ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ട്രിപ്പ് വരുന്നത് നമ്മൾ രാവിലെ തൊട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 800 രൂപ, ചിലപ്പോൾ 1000 രൂപയ്ക്ക് പുറത്തെടുക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ. അപ്പം ചിലപ്പോൾ എല്ലാ ദിവസവും ട്രിപ്പ് ഉണ്ടാവണമെന്നില്ല. ഞാനിപ്പോൾ എന്താണെങ്കിലും 2 ദിവസമേ ആയിട്ടുള്ളൂ. എനിക്കിപ്പോൾ ഇതിൻ്റെ അകത്തിൽ ഏറ്റവും മെയിൻ ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ട് തോന്നിയത് നമുക്ക് ഡെയിലി പല വണ്ടി ഓടിക്കാം. അത് ഇതിൻ്റെ അകത്തിലുള്ളൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ്. നമുക്ക് ഓടിച്ചിട്ടില്ലാത്ത വണ്ടിയൊക്കെ ഇപ്പം വണ്ടി ഓടിക്കുന്ന ക്രേസ് ഉള്ളവർക്കാണെങ്കിൽ സെറ്റ്. പിന്നെ ഇതിൻ്റെ അകത്തിലുള്ളൊരു നെഗറ്റീവ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷനാണ് ഗീസ്. നമ്മളിപ്പം വീട്ടിൽ നിന്ന് പാസഞ്ചർ അപ്പാർട്ട്മെൻറ്റിൽ വരണം, എന്നിട്ട് പാസഞ്ചറെ അപ്പാർട്ട്മെൻറ്റിൽ വണ്ടി ഉണ്ടാക്കിയിട്ട് തിരിച്ച് നമ്മൾ വീട്ടിൽ പോകണം. അതിൻ്റെ ഇടയ്ക്ക് നമുക്കിപ്പം ഞാനിന്നിപ്പം ഉച്ചയ്ക്ക് 2 മണിക്കാണ് കേട്ടോ ട്രിപ്പ് തുടങ്ങിയത്. 2 മണിക്ക് ഇതിപ്പം 6 മണിക്കൂർ 650 രൂപ അത്രയുടെ എന്തോ ട്രിപ്പാണ്. അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. അപ്പം ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ. പിന്നെ നിങ്ങൾ രാവിലെ ഒരു 6 മണിക്ക് ഇറങ്ങുവാണെങ്കിൽ എന്താണെങ്കിലും ഒരു 1000 രൂപ അടുപ്പിച്ചൊക്കെ മിക്കവാറും വേണമെങ്കിൽ സെറ്റ് ചെയ്യാം എന്നാണ് എൻ്റെ ഒരു ഇത്. അത് പക്ഷേ എല്ലാ ദിവസവും പറ്റണമെന്നില്ല. പിന്നെ നിങ്ങൾ ജോബിന് ജോയിൻ ചെയ്യാൻ ഇപ്പം നിങ്ങൾ ബാംഗ്ലൂർ സ്റ്റുഡൻസ് ആണെങ്കിൽ ഇതിനകത്തിൽ എങ്ങനെയാണ് കയറേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഇതിൻ്റെ ഡ്രൈവ് വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. നമുക്ക് പ്ലേ സ്റ്റോറിലുണ്ട്. ആപ്പ് സ്റ്റോറിലുണ്ടോ ഇല്ലയോ എന്ന് ഡൗട്ടാണ്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ആൻഡ്രോയിഡ് ഫോണിലാണ് യൂസ് ചെയ്യല്. മിക്കവാറും ഈ ഡ്രൈവർ ആപ്പ് ഒന്നും ഐഫോണിൽ വർക്ക് ചെയ്യലില്ല. ഊബറിൻ്റെ വർക്ക് ചെയ്യില്ല, നമ്മുടെ ബ്ലൂ സ്മാർട്ടിൻ്റെ വർക്ക് ചെയ്യലില്ല. ഇതിൻ്റെ വർക്ക് ചെയ്യോ ഇല്ലയെന്ന് അറിഞ്ഞൂടാ. അപ്പം
അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ നേരെ ഡ്രൈവർ ആപ്പ് എടുക്കുക, അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുക, ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ്, ഫോട്ടോ, പാൻ കാർഡ് ഇതൊക്കെ രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അകത്തൊരു 350 രൂപ പേ ചെയ്യണം. നമ്മുടെ യൂണിഫോമിൻ്റെ ഫണ്ട് ഒരു 350 രൂപ. ആ 350 രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പിന്നെ അവരത് വെരിഫൈ ചെയ്യും. അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ തൊട്ട് നമ്മളതിൻ്റെ ഓഫീസിലും കാര്യങ്ങളിലും ഒന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. നെക്സ്റ്റ് ഡേ തൊട്ട് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് അതിൻ്റെ അകത്തിൽ നമ്മൾ ആധാർ കാർഡ് കൊടുക്കുക, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഡീറ്റെയിൽ, പിന്നെ ഗൈസ് പിന്നെ റെഫറൻസ് വേണമെങ്കിൽ എൻ്റെ റെഫറൻസ് കൊടുത്താൽ നിങ്ങൾക്ക് 100 രൂപ സെറ്റ് 100 രൂപ കിട്ടുന്നതായിരിക്കും. കോഡ് ഞാൻ പറഞ്ഞുതരാം. 9656024177 ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാവും, ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക. അത് 100 രൂപയെങ്കിൽ 100 രൂപ ആട്ടെ ഗൈസ്, 100 രൂപ കിട്ടട്ടെ, പൊളിക്കുക നിങ്ങൾ. അപ്പം അങ്ങനെ അതുണ്ട്. അപ്പം ഇത് ഈ ആപ്പിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് ഞാൻ കൂടുതൽ ഫോണിൽ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ ഗൈസ്, ഞാൻ ഈ ഒരു ആപ്പിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ ആപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ്. സംഭവം ഈ ഒരു സിമ്പിളാണ് കേട്ടോ. ഈ ഒരു സിമ്പിൾ നമുക്ക് എടുക്കുമ്പോഴത്തേക്കും ഇവിടെ ഡ്രൈവ് യു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പാണ്. കണ്ടല്ലോ ആപ്പിൻ്റെ പേര്. നമ്മൾ എടുക്കുമ്പോഴത്തേനും ഇപ്പം ഞാൻ ഓൾറെഡി ട്രിപ്പിലായതുകൊണ്ട് കാണിക്കത്തില്ല. അല്ലായിരുന്നു ഇവിടെ നമുക്ക് അടുത്ത ബുക്ക് ചെയ്യാനുള്ളത് കാണിച്ചു തരും. ഫ്യൂച്ചർ ബുക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. നാളെ രാവിലെ 11 മണിക്ക്. ഇതിപ്പം നമുക്ക് വണ്ടി സർവീസിന് കൊണ്ടുപോകാനുള്ളത്. അത് ചെറിയ ചെറിയ ട്രിപ്പായിരിക്കും. 200ൻ്റെ ട്രിപ്പ് എനിക്കതൊന്നും ഇഷ്ടമല്ല ഗൈസ്. 200ൻ്റെ ട്രിപ്പ്, 160ൻ്റെ ട്രിപ്പ്, അതെല്ലാം നമുക്ക് ഡിമാൻഡ് സമയത്ത് അവർ ടിപ്പും കൂടെ ആഡ് ചെയ്തിടും. ഇതുണ്ട് 4 മണിക്കൂർ 360 രൂപ. അത് ഭയങ്കര നഷ്ടക്കച്ചവടം കേട്ടോ. അതിൻ്റെ കൂടെ ചിലരാണെങ്കിൽ 100 രൂപ ടിപ്പും കൂടെ ആഡ് ചെയ്തിട്ട് 460 രൂപയായിട്ട് വരും. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ അതായിരുന്നു എടുത്തത്. അവർ ഓൾറെഡി ടിപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി ഇതിൻ്റെ കൂടെ പ്ലസ് ടിപ്പ് എന്നും പറഞ്ഞ് കാണിക്കും. ഇപ്പം ഡ്രൈവർ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അവർ ടിപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇത് വണ്ടി സർവീസിന് കൊണ്ടുവന്നത്. നമ്മുടെ അടുത്തുള്ള സർവീസ് സ്റ്റേഷനിൽ നിന്ന് എടുക്കുക, വണ്ടി കൊണ്ട് സർവീസിന് കൊടുക്കുക. PPS മൈസൂർ റോഡാ, 190 രൂപ. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഇവിടെ നമുക്ക് ഇങ്ങനെ ബുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് വേണം, നമുക്കിപ്പോൾ വേണമെങ്കിൽ ബുക്ക് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ ഫ്രീ ടൈം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 4 മണി കഴിയുമ്പോൾ ഫ്രീയാണ്. അപ്പോൾ നമുക്ക് 4 മണി കഴിഞ്ഞ് ഒരു ട്രിപ്പ് എടുക്കണമെങ്കിൽ ഈ ട്രിപ്പ് എടുക്കുക, അത്രേ ഉള്ളൂ. ഈ ആപ്പ് ഞാൻ ഇപ്പോൾ പറയുന്ന പോലെ തന്നെ ഇത് ഇപ്പോൾ സ്റ്റുഡൻസിനൊക്കെ ആയിരിക്കും ബെറ്റർ. ഒരു 2 ട്രിപ്പ് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഇപ്പോൾ 12 മണിക്കൂറിൻ്റെ ട്രിപ്പ് എടുക്കണമെങ്കിൽ അത് 1000 രൂപ അടുപ്പിച്ചുണ്ടാവും. അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഗൈസ്. പിന്നെ ഡ്രൈവിൻ്റെ ഒരു യൂണിഫോം ഉണ്ട് കേട്ടോ. യൂണിഫോം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ടീഷർട്ടാണ്, ഡ്രൈവിൻ്റെ ഒരു ടീഷർട്ട്. അത് നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവർ നമ്മുടെ അടുത്ത് യൂണിഫോം അയക്കേണ്ട ലൊക്കേഷൻ ചോദിക്കും. ആ ലൊക്കേഷൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടത്തേക്ക് ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ വരുമായിരിക്കും ഗൈസ്. ഞാനിപ്പം 2-3 ദിവസം എനിക്കിതൊരു വന്നിട്ടില്ല, എപ്പോൾ വരുമെന്ന് അറിഞ്ഞൂടാ ഗൈസ്. പിന്നെ ഞാൻ ഈ ജോബ് മെയിൻലി റെക്കമെൻഡ് ചെയ്യുന്നത് ഇവിടുത്തെ പഠിക്കുന്ന സ്റ്റുഡൻസിനാണ് കേട്ടോ. അല്ലാതുള്ളവർക്കും കയറാൻ, പ്രത്യേകിച്ച് വേറെ വർക്കൊന്നും ഇല്ലെങ്കിൽ ഒരു വലിയ നല്ല ജോബ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത്യാവശ്യം ഓക്കെ എന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ബ്ലൂ സ്മാർട്ടിലായിരുന്നു ഗൈസ്. ബ്ലൂ സ്മാർട്ട് ഇപ്പം നിലവിൽ ക്ലോസ് ആണ്. അത് സെറ്റ് ജോബായിരുന്നു, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിൽ നമ്മൾ രാവിലെ ജോബിന് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. രാവിലെ നമ്മൾ 5 മണിയുടെ ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ 4 മണിക്ക് എണ്ണിച്ച് ജോബിന് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇതാ ഒരു സുഖമില്ല ഗൈസ്. ഇതിപ്പം നമുക്ക് ലേറ്റായിട്ട് ചെന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പെനാൽറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉച്ച വരെ കിടന്നങ്ങ് ഉറങ്ങും. എന്നിട്ട് ഞാനിന്നൊരു 10-11 മണിയാകുമ്പോൾ എണ്ണിച്ച്. പക്ഷേ ഇത് രാവിലെ തന്നെ നമ്മൾ നേരത്തെ എണ്ണിച്ച് ഒരു ദിവസം മൊത്തം അതിൽ മെനക്കെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടെന്നാണ് തോന്നുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്താണെങ്കിലും നോക്കട്ടെ ഗൈസ്, അടുത്ത വീഡിയോകളിൽ ഞാൻ സംഭവം പറഞ്ഞുതരാം. അപ്പം ഞാൻ ഈ ജോബ് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കയറാം, വേണ്ടെങ്കിൽ കയറേണ്ട, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ എന്താണെങ്കിലും ജസ്റ്റ് കാണിച്ചു തന്നെന്ന് മാത്രം. അപ്പോൾ അത്രയൊക്കെയായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പം ഞാനിനി എന്താണെങ്കിലും പാസഞ്ചർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഗൈസ്. ഇവിടെ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിൽ ഒടുക്കലത്തെ ചൂട് ഗൈസ്. AC ഞാൻ ഇട്ട് കഴിഞ്ഞാലേ ഈ ഗൈസ് ഇലക്ട്രിക് വണ്ടി തന്നെയാണ് ഗൈസ് സൂപ്പർ. ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊരു സൗണ്ടാണ് ഡീസൽ എഞ്ചിന്. വീഡിയോ എടുക്കുമ്പോഴത്തേക്കൊരു സുഖമില്ല. ഇലക്ട്രിക്കാണ് ഗൈസ് സെറ്റ്. ഞാൻ ഇലക്ട്രിക് ഓടിച്ചോടിച്ച് ഇലക്ട്രിക് ഫാനായിപ്പോൾ. എനിക്ക് നേരത്തെ ഇഷ്ടമല്ലായിരുന്നു, ഒരു പിള്ളേരെ കളിപ്പാട്ടം വണ്ടി ഓടിക്കുന്നൊരു ഫീല് നേരത്തെ ഓടിച്ചപ്പോഴും. പക്ഷേ ഇപ്പോൾ അത് ഓടിച്ചോടിച്ച് അതിൻ്റെ പവർ ഉണ്ടല്ലോ ഗൈസ്. നമ്മളിപ്പോൾ പെട്ടെന്നൊരു വണ്ടി ഓവർടേക്ക് ആണെങ്കിൽ കാല് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് കയറിപ്പോവും. ഈ വണ്ടിയൊക്കെ വേറെ വണ്ടിയൊക്കെ ഇപ്പോൾ ഓടിക്കുമ്പോഴല്ലേ അതിൻ്റെ സുഖം മനസ്സിലാകുന്നത്. ഇതിപ്പം ഗിയറും മാറ്റി ഒരു രസമില്ല ഗൈസ്. എനിക്കിപ്പോൾ ഓട്ടോമാറ്റിക്കാണ് ഇഷ്ടം, മാനുവൽ പോരാ. അപ്പോൾ എന്താണെങ്കിലും ഇനി അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ് കാഴ്ചകൾ. നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ നമ്മുടെ പാസഞ്ചേഴ്സ് ഒരു മലബാർ ഗോൾഡിൽ പോയി കേട്ടോ. ഇവിടെ അടുത്ത് ഇവിടെ 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. നമുക്ക് അപ്പോഴത്തേക്ക് നൈസായിട്ട് എന്തെങ്കിലുമൊക്കെ ലൈറ്റായിട്ട് കഴിച്ച് ചായയൊക്കെ കുടിച്ച് സെറ്റായിട്ട് നിൽക്കാം ഗൈസ്. പിന്നെ നമ്മുടെ വണ്ടിയുടെ നമ്പർ ഉണ്ടോ, GJ ഇതാ കേട്ടോ വണ്ടിയുടെ നമ്പർ. സംഭവം എന്താണെങ്കിലും വർക്കൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. അത്യാവശ്യം പാസഞ്ചേഴ്സൊക്കെ കുഴപ്പമില്ല, നല്ല പാസഞ്ചേഴ്സാണ്. ബ്ലൂ സ്മാർട്ട് പോലെ തന്നെ. പിന്നെ ആകെ ഇതിൻ്റെ അകത്തുള്ളൊരു വള്ളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലാറ്റിൽ വരണം, ഫ്ലാറ്റിൽ നിന്ന് തിരിച്ചു പോകണം. അതാണ് മെയിൻ പ്രശ്നം. അത് തന്നെ ഉള്ളൂ, ബാക്കിയൊക്കെ ഓക്കെ.
അപ്പാർട്ട്മെൻറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പാർട്ട്മെൻറ്റ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് വേറെ ഒരു അപ്പാർട്ട്മെൻറ്റ് കേട്ടോ. ഇവിടെ പാസഞ്ചർ പോയിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ വരാമെന്ന് പറഞ്ഞത്. പിന്നെ നമ്മുടെ ഈ വണ്ടിക്കകത്താണെങ്കിൽ ഡീസൽ കുറവാണ് ഗൈസ്. ഡീസൽ കുറവായത് കാരണം ഞാൻ അകത്ത് AC ഇട്ടിരിക്കുന്നില്ല. നൈസായിട്ട് ഇവിടെ പുറത്ത് പോസ്റ്റ് ചെയ്യും. ഇവിടെ ഞാനിങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നടന്ന് കണ്ട് നടക്കുക. ഇവിടെ അടുത്ത് നമ്മുടെ രാമേശ്വരം കഫേയുടെ അടുത്താണ് കേട്ടോ, വൈറ്റ് ഫീൽഡ്. അപ്പോൾ അവിടെയാണ് ഗൈസ്. പിന്നെ നമ്മുടെ ഇനിയും വരാൻ പോകുന്ന കുറച്ച് വീഡിയോകളിലൊക്കെ നമ്മുടെ ബ്ലൂ സ്മാർട്ടിൻ്റെ വീഡിയോ ആയിരിക്കും കേട്ടോ വരുന്നത്. ബ്ലൂ സ്മാർട്ട് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ വർക്ക് ചെയ്തൊരു ക്യാബിൻ്റെ സർവീസ് കേട്ടോ, പുതിയതായിട്ട് കാണുന്നവരുടെ അടുത്ത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ നിലവിൽ ക്ലോസ് ആണ്. ഇനി എപ്പോൾ ഓപ്പൺ ചെയ്യുമെന്ന് അറിഞ്ഞൂടെ ഗൈസ്. അത് ഇനി ഇപ്പോൾ ഓപ്പൺ ചെയ്യുമെന്ന് തന്നെ അറിഞ്ഞൂടെ. എന്താണെങ്കിലും ഓപ്പൺ ചെയ്യട്ടോ. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ നിർത്തിയിട്ട് വീണ്ടും അവിടെ തന്നെ പോകും. അതാണ് സെറ്റ്. അപ്പം ഇനിയിപ്പം നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ അതിൻ്റെ വീഡിയോ ആയിരിക്കും വരുന്നത്. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ എടുത്ത് വെച്ച വീഡിയോ കേട്ടോ. നേരത്തെ നമ്മൾ കുറച്ച് വീഡിയോ എടുത്ത് വെച്ചത് പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോഴത്തേക്കാണ് ബ്ലൂ സ്മാർട്ട് ക്ലോസ് ചെയ്തത്. അപ്പം ഞാൻ ഇനി അടുത്ത വീഡിയോകളിൽ ബ്ലൂ സ്മാർട്ടിൻ്റെ വരും. അതിനർത്ഥം ബ്ലൂ സ്മാർട്ട് ഇപ്പം നിലവിൽ വർക്കിംഗ് ആണെന്നല്ല, ഞാൻ നേരത്തെ എടുത്ത് വെച്ച വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ. സംഭവം വേറൊന്നും കൊണ്ടല്ല. അതെനിക്ക് ഡിലീറ്റ് ചെയ്യാൻ തോന്നുന്നില്ല ഗൈസ്. അത് ഡിലീറ്റ് ചെയ്യാൻ തോന്നുന്നില്ല. അത് പോസ്റ്റ് ചെയ്തേ പറ്റൂ. എന്നാലേ എനിക്ക് ഫോണിൽ സ്റ്റോറേജ് ആവും. ഇപ്പോൾ ഉള്ള ഫോണിൽ സ്റ്റോറേജ് ഫുള്ളാവാനായി. അപ്പോൾ അതൊക്കെ അങ്ങനെ നൈസായിട്ട് പോസ്റ്റ് ചെയ്ത് വിട്ടേക്കാൻ നിർത്തും. ഓക്കെ ഗൈസ്. അപ്പോൾ ഇനി പാസഞ്ചർ വന്നിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. വർക്ക് ഇപ്പോൾ ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി റൂമിലേക്ക് ഒരു 2 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് ഗൈസ് നടന്നു പോകാൻ. എന്തൊരു കഷ്ടമെന്ന് നോക്കണേ. എൻ്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്, പണിയെടുത്ത് ജീവിക്കേണ്ടി വരുമെന്ന്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ റൂമിലേക്ക് പോവാണ്. അപ്പം ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതൊന്നും മറക്കണ്ട. ഓക്കെ ഗൈസ്, ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കൂടുതൽ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്തോ. നമ്മൾ അടുത്ത വീഡിയോയിൽ അത് ആഡ് ചെയ്യുന്നതായിരിക്കും.